എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്തുള്ള ഇരുമ്പ് പാലത്തിൻ്റെയൊക്കെ അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്തുള്ള ഒരു കാലത്ത് ഉഗ്രപ്രതാപയായി ശോഭിച്ചിരുന്ന ശാസ്താവിൻ്റെ ഈ അമ്പലത്തിലേക്ക് ദർശന പുണ്യമായിട്ടും പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതുമായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഹൈവേ എന്ന് വരുന്ന സമയത്ത് ഒത്തിരി കടകളും ഭയങ്കര ആരവത്തോടു കൂടി ഇരുന്ന ഈ ഒരു സ്ഥലം ഇന്ന് വളരെ നിശ്ചലമായിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു വിശേഷമായിട്ട് ആ ശാസ്താവിൻ്റെ ക്ഷേത്രനടയിലേക്ക് നമുക്കെല്ലാവർക്കും പോകാം. കൂടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സജി ഉണ്ട്. ഒരു ഹായ് പറയൂ. ഹായ് സജി. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാം. അതെ, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിത്ത് കുരുളിയാണ്. ഇന്ന് നമ്മളിപ്പോൾ കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ എത്തിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ആളാരവങ്ങൾ നിറഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു. നമ്മുടെ തുരങ്കവും ഹൈവേ ഒക്കെ വന്നതോടുകൂടി അതിൻ്റെ പ്രശസ്തി കുറച്ച് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിനെ കുറച്ച് നിറമങ്ങിയെങ്കിലും അതിൻ്റെ പ്രൗഢി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ആ ക്ഷേത്ര സമുച്ചയം. നമുക്കൊന്നത് കാണാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് പാലം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഭാഗത്ത് ഒരുപാട് ട്രാഫിക്കുകൾ ഭയങ്കരമായിട്ട് ബ്ലോക്കായി നിന്നിട്ടുള്ളൊരു കാലഘട്ടം. അപ്പം അങ്ങനെ വരുന്ന ബസ്സിലൊക്കെ വരുന്ന സമയത്ത് നാണയത്തുട്ടുകൾ, ചില്ലറയായിട്ടുള്ള നാണയത്തുട്ടുകൾ നമ്മൾ വാരി ഈ ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് വലിച്ചെറിയുന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് കാണുന്നതിൽ നിന്നും വിഭിന്നമായിട്ട് ഇപ്പോൾ ഒരു മുരുകൻ്റെ ഒരു വലിയൊരു ശിലയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇതൊരു തമിഴ്നാടിൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അന്നൊന്നുമില്ല. പക്ഷെ പുനരുദ്ധാരണ വർക്കുകളെല്ലാം നടന്നു എന്ന് വേണം കരുതാൻ. ഒത്തിരി മാറ്റങ്ങളൊക്കെ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ മുരുകൻ്റെ വലിയൊരു ശില ഇപ്പോൾ അവിടെ കാണാം. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇത് ഈ ഒരു ഗുഹ പോലെ കാണുന്ന ഇതിലായിരുന്നു ശാസ്താവിൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് നവീകരിച്ചിട്ടുണ്ട്. പടിക്കെട്ടുകളും അതുപോലെ തന്നെ കയറി അങ്ങ് മേലെ ശാസ്താവിൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന പടിക്കെട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹുണ്ടിയ, വലിയൊരു ഹുണ്ടിയ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വീഴുന്ന ഓരോ നാണയത്തുട്ടുകളും പെറുക്കി ശേഖരിച്ച് അതിൽ നിക്ഷേപിക്കുമായിരുന്നു. ഇതിനൊരു വേറൊരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് കിരാതമൂർത്തി. അതിൻ്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും. കിരാതമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയാണ്. അതെല്ലാം കുറച്ച് കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ധർമ്മശാസ്ത്ര കുടികൊള്ളുന്ന ആ പ്രതിഷ്ഠ പടിക്കെട്ടുകളിലൂടെ കയറി നമുക്ക് അങ്ങോട്ട് പോകാം. മുല്ലേട്ടാ, ശിവഭഗവാൻ, മണികണ്ഠൻ, മുരുകൻ, ഓരോരോ പ്രതിഷ്ഠയുണ്ട് അല്ലേ? അതെ, ഓരോരോ പ്രതിഷ്ഠ. പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്കേ ഫസ്റ്റ് ആയിട്ട് ഈ അമ്പലത്തിൽ വന്ന് തൊഴുതാം. ശബരിമലയ്ക്ക് വ്രതം കൊടുത്ത് മാലയിട്ട് ഒരു കാലഘട്ടത്തിലല്ലേ? പിന്നെ മുല്ലേട്ടൻ, ശബരിമലയിലുള്ള അതേപോലത്തെ 18 പടി ഉണ്ട് ഇവിടെ. ശബരിമലയിലുള്ള അതേപോലുള്ള അതേ പടി 18 പടികളുണ്ട് അല്ലേ?
നമ്മളത് നോക്കാം. ഈ പ്രതിഷ്ഠകളെല്ലാം ഇപ്പോൾ പുനരുദ്ധാരണം ചെയ്തതാണെന്ന് തോന്നുന്നു അല്ലേ? പുനഃപ്രതിഷ്ഠയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ആക്കിയത്. ഇപ്പൊ പടികൾ എത്ര ഉണ്ട്? 18 പടിയുണ്ട്. 18 പടികളുണ്ട് അല്ലേ? 18 പടി. നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 പടി. 18 പടിയുണ്ട്. തമിഴ്നാട് പോലെയുള്ള അതേപോലെയുള്ളൊരു സെറ്റപ്പ്. നട തുറന്നിട്ടില്ല. നട തുറന്നിട്ടില്ല അല്ലേ പറഞ്ഞത്? നട തുറക്കുമ്പോൾ മാക്സിമം എത്ര മണിയാവും? വൈകുന്നേരം? ഏകദേശം വൈകുന്നേരം ആവും. വൈകുന്നേരം അല്ലേ? ശേഷം 5 മണി 6 മണിക്കാവും തോന്നുന്നുണ്ട്. ഇതാണ് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലുള്ള പുറകുവശത്തിലെ നമുക്ക് കാഴ്ചകൾ. രാജാക്കന്മാരവിടെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. ഇത്രയും ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയ ഒരു മലയുടെ മുകളിലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുകയാണെങ്കിലും ഇവിടെ ഒരു കിണർ ഉണ്ട്. നമുക്കതിൽ വെള്ളം ഉണ്ടെന്ന് നോക്കാം. വെള്ളം ഇവിടെ കാണുന്നില്ല. വെള്ളം ഇവിടെ നിന്ന് കാണുന്നില്ല. ആഴത്താണ്. അതായത് നമുക്ക് മുൻവശത്ത് പ്രതിഷ്ഠയുടെ മുന്നിലിട്ട് നമുക്ക് പോവാം. അവിടെ എന്താണ് നമുക്ക് ദർശനം. കുതിരാൻമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം കുതിരാനാണ്. ഇവിടെ വഴിപാടായിട്ട് മാത്രമല്ല, സർവാഭിഷ്ടപ്രഭ മഹാശാസ്ത്രയജ്ഞം എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുന്നു. ആചാര്യ ബ്രഹ്മശ്രീ വേദാഗ്നി അരുൺ സൂര്യഗായത്രിയുടെ പൂർണ്ണ കാർമ്മികത്വത്തിൽ വഴിപാടുകളുണ്ട്. മഹാശാസ്ത്രയജ്ഞം, അതുപോലെ തന്നെ താഴെ പറയുന്ന എല്ലാ പൂജകളും ഉൾപ്പെടുന്നുണ്ട്. ദക്ഷിണമൂർത്തി പൂജ, നീരാജനം, ആഴിപൂജ, വിഷ്ണുപൂജ, ശിവപൂജ, മോഹിനി പൂജ, ധന്വന്തിരി പൂജ, ആദിത്യപൂജ, രാഹുകേതു പൂജ, അങ്ങനെ ഒരുപാട് പൂജകളും വഴിപാടുകളുമായിട്ട് ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ അല്ലേ, എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുന്നുണ്ട്. അടിപൊളി വൈബ് അല്ലേ? അടിപൊളി വൈബ്, നല്ലൊരു മനസ്സിനില്ലേ? അതെ അതെ, ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. മനസ്സിനൊരു മനനിർവൃതി കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ കുതിരാൻമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സായുജ്യ പുണ്യം കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ സജി, വേറൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഈ ക്ഷേത്രത്തില് എല്ലാ ദിവസവും അന്നദാനം ഉണ്ടല്ലോ അല്ലേ? എല്ലാ ദിവസവും ഇത്ര 1 നേരമാണോ 3 നേരോ? അല്ല, ശബരിമല സീസണിലേക്കാണ് കൂടുതലും നടത്തുക. ശബരിമല സീസണിലാണ് ഒരുപാട് സ്വാമികളും ഇവിടെ സീസണിലേക്ക് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് അനുഭൂതികൾ, നമ്മളിപ്പോൾ ഈ തുരങ്കവും ഹൈവേ ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു ആ തിരക്കുകളെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കാൻ പറ്റുമോ? പിന്നെ ഞാനൊക്കെ തൃശ്ശൂർക്ക് പോണ സമയത്ത്, വളരെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ തൃശ്ശൂർ പോകുമ്പോൾ ഇതിലിവിടെ പൈസയൊക്കെ എറിയായിരുന്നു അല്ലേ? പിന്നെ അപ്പുറത്തെ സീറ്റിലുള്ള ഇപ്പുറത്തെ സീറ്റിലുള്ള ആളുടെ മുഖത്തൂടെയൊക്കെ പൈസ നാണയത്തുട്ടുകളുടെ ബഹളമായിരിക്കും. ഭയങ്കര ഇതായിരുന്നു. ഒരു ദിവസം ഇതേപോലെ ഞാൻ വാടാനപ്പള്ളിക്ക് പോണ സമയത്തായിരുന്നു, ഒരുത്തൻ എന്റെ അടുത്തുള്ള സീറ്റിലുള്ള ആള് ഇവർക്ക് പൈസ എറിഞ്ഞതും അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. ഗ്ലാസ്സിൽ തട്ടി തിരിച്ചു വന്നു അല്ലേ? പിന്നെ എത്ര ആൾക്കാർ, ഒരു ആളാരവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ഇപ്പൊ ഈ തുരങ്കവും അതുപോലെ തന്നെ ഹൈവേയും കാര്യങ്ങളെല്ലാം കൂടി ഇപ്പൊ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമേ കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. കുറച്ച് ആൾക്കാർ വരും, അറിയുന്നവരൊക്കെ. അടിപൊളി തമിഴ്നാടിന്റെ ഒരു വൈബായി. നമുക്ക് ഫ്രണ്ട് നിന്ന് കാണുമ്പോൾ തന്നെ കണ്ടോ, നമുക്കൊരു തമിഴ്നാടിലെ ക്ഷേത്രത്തിന്റെ ഒരു വൈബാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ വിശേഷമായിട്ട് ഇന്ന് എത്തി ഇതിന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാർജ് ചെയ്തുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.